അതിരാവിൽ മരുഭൂമിയുടെ നടുവിലൂടെ നടന്നു പോകുന്ന നേരത്താണ് ഒരു വീടിന്റെ ഉള്ളിൽ പ്രകാശം കാണുന്നത്. തന്റെ പ്രജകൾ എന്ത് ചെയ്യുകയാണെന്നറിയാൻ ആ വീടിന്റെ വാതിലിലേക്ക് ചെന്നു നിന്നു സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോഴാണ് ഉള്ളിൽ നിന്ന് കേൾക്കുന്നത്, ഉമ്മ മകളോട് പറയുകയാണ്, മോളെ പാലിൽ ഒരൽപ്പം വെള്ളം ചേർത്തോ, പാലിൽ അല്പം വെള്ളം ചേർത്തോ മോളെ. ഉടനെ മകള് പറഞ്ഞു, പറ്റൂല, ഇത് ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളുടെ രാജ്യമാണ് ഉമ്മ, ഇത് ഉമറിന്റെ രാജ്യമാണല്ലോ, ഇവിടെ പാലിൽ വെള്ളം ചേർത്തുള്ള കച്ചവടം നമുക്ക് വേണ്ട. ഉമ്മ പറഞ്ഞു, പാതിരാവിൽ ഉമർ കാണുമോ മോളെ? മറുപടി വന്നു, ഉമ്മ പാതിരാവിൽ ഈ രാജ്യത്തിന്റെ ഭരണാധികാരിയായ ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു കാണുന്നില്ലയോ ഉമ്മ? വമാ റബ്ബുക ബിഗാഫിലിൻ അമ്മാ തഅമലൂൻ. ആ റബ്ബിൽ നിന്നെങ്ങനെ തിരിയാനാണ്? ആ റബ്ബ് നമ്മെ തൊട്ടൊട്ടും അശ്രദ്ധനല്ലല്ലോ ഉമ്മ. തന്റെ ഭരണീയരായ മനുഷ്യരുടെ നീതിബോധം കണ്ടിട്ട് അതാ വീട്ടിലേക്ക് തിരിച്ച സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങൾ ആൺമക്കളിൽ ഒരാളെ വിളിച്ചു വരൂ. അള്ളാഹുവിനെ ഭയപ്പെട്ട് പാതിരാവിലും റബ്ബിനെ കുറിച്ച് ആലോചിക്കുന്ന ഒരു പെണ്ണുണ്ട്. ആ പെണ്ണിന്റെ വീട്ടിൽ പോയി കല്യാണം ആലോചിക്കൂ, അവളെ വധുവായി കൂട്ടിക്കൊണ്ടുവരൂ. രാജ്യം ഭരിക്കുന്ന ഖലീഫയുടെ മകനെ പാല് വിറ്റ് ജീവിക്കുന്ന പെണ്ണ് വധുവായി മാറിയത് എന്തുകൊണ്ടാണ്? ആ പെണ്ണ് തഖ്വയുള്ള പെണ്ണാണെന്നൊരു രാത്രിയിൽ സയ്യിദുനാ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അറിഞ്ഞതുകൊണ്ടാണ്. ഉമ്മ, ഉമർ കണ്ടില്ലെങ്കിലും അല്ലാഹു അത് കാണുന്നില്ലേ ഉമ്മ? ആ ഒരൊറ്റ ചോദ്യമാണ് ഖലീഫയുടെ മകനെ വധുവായി തിരഞ്ഞെടുക്കാൻ. ആൺകുട്ടികളോടും പെൺകുട്ടികളോടും ഒക്കെ പറയാനുള്ളത്, ദീനുള്ള പുതിയ ആപ്പിളമാരെയും പുതിയ പെണ്ണിനെയും തിരഞ്ഞെടുക്കുക. കല്യാണം എന്നുള്ളത് ഒരു കുട്ടിക്കളിയല്ല, ഒരു ചൂതല്ല.